അങ്ങനെ കാലിബ്രേഷൻ കഴിഞ്ഞു കേട്ടോ. ഇതാണ് സൈഡിലെ ക്യാമറ. ഇത് ബ്ലൂ പങ്ക് തന്നെയാണ്. ആ ഒരു ക്യാമറ മിററിൽ വെച്ചു. ഇതാണ് ഈ ക്യാമറയുടെ കണക്ടർ കേട്ടോ. ഈ കണക്ടറിലാണ് നമ്മളിത് കൊടുക്കുക. മാരുതി ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് സിഗ്മയാണ്. ഈ സിഗ്മ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയുടെ അങ്ങേയറ്റമെന്ന് പറയാം. അതായത് ഇപ്പോൾ VXi ബ്രസയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വില കൂടുതലാണ്. അപ്പോൾ 12,90,000 രൂപ ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണിത്. നമ്മൾ അലോയ് വീൽ ചെയ്തു, ആ മുകളിൽ റൂഫ് ചെയ്തു, കൂടാതെ ഈ ഇൻസൈഡുകളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്കകത്ത് ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയേ, കാണുമ്പോൾ ഒരു വ്യത്യാസമില്ലല്ലോ. ശരിക്കും ടോപ്പ് എൻഡായിട്ടുള്ള ആ ഒരു ഹൈബ്രിഡിൻ്റെ അല്ല, സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. അവിടെ സ്ക്രീനില്ല, ആ സ്ക്രീൻ നമ്മൾ വെക്കുന്നുണ്ട്. ഇത് മാനുവലാണ്. ഓട്ടോ AC ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഇല്ല, പക്ഷേ ആംറസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡർ ഉണ്ട്, സീറ്റ് കവർ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻസൈഡൊക്കെ തന്നെ കാണാം, കണ്ടില്ലേ. പിൻ സീറ്റിൽ ആ ഒരു AC വെൻ്റൊക്കെ കാണുന്നുണ്ട്. AC വെൻ്റ് ഉണ്ട്, കൂടാതെ സീറ്റിലത്തെയും സ്ഥലമുണ്ട്. ഹെഡ് റൂം ലെഗ് റൂമൊക്കെ വിറ്റാരയുടെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. ബ്രസ്സ വാങ്ങുന്നതിന് പകരം വിറ്റാരയുടെ ഈ ഒരു മോഡൽ മേടിച്ചാലും മതി എന്നുള്ളതാണ്. പിന്നിൽ വൈപ്പറും ആ ഒരു വാഷ്റൂം ഡീഫോഗറും ഇല്ല എന്നുള്ളതാണ് കുറവ്. പക്ഷേ ബൂട്ട് സ്പേസ് കൂടുതലാണ്. ഇത് ആ ഒരു ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ബാറ്ററിക്കുള്ള ആ ഒരു തട്ട് ഉയർന്നിരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. സീറ്റ് സ്പ്ലിറ്റ് ഉണ്ട്, ആ ഒരു ബൂട്ട് മാറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഗ്രാൻഡ് വിറ്റാരയാണ് സിഗ്മ എന്ന് പറയാം. സിഗ്മയിൽ ആകെ കുറവുള്ളത് ഈ സ്ക്രീനാണേ. ശരിക്കും ഈ സ്ക്രീനിൻ്റെ കുറവെന്ന് പറയുമ്പോൾ നമ്മളിവിടെ 360 ക്യാമറ വയ്ക്കുമ്പോൾ ഇവിടെ ആ ഒരു ആൻഡ്രോയിഡ് വയ്ക്കുമ്പോൾ അത് കുറയും. ഇവിടെ ഈ ഒരു ഇൻസേർട്ടുകൾ ക്രോം അല്ലാന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് ആ ഒരു കൂളിംഗ് ഫംഗ്ഷൻ ഒന്നുമില്ല, അങ്ങനെയുള്ള കുറവുകളാണ്. സൺവൈസറിൽ ചെറിയൊരു കോസ്റ്റ് കട്ടിംഗ് ഒന്നും കണ്ടില്ല, കാരണം അവിടെ ആ ഒരു ഗ്ലാസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ കാണാണ്ട്. ഇവിടെ ഡ്രൈവർ സൈഡിലും ഉണ്ടാകും ഒരു ഗ്ലാസ്, അതിൽ കുറവൊന്നുമില്ല. ഈ മിറർ ഫോൾഡിംഗ് ആണേ. ഇവിടെ ആ ഒരു ക്യാമറയുടെ കുറവ് മാത്രമേ ഉള്ളൂ. സംഭവം ജിനോ പണി തുടങ്ങാൻ പോവാണേ, വണ്ടി പൊളിക്കാൻ പോകണല്ലേ ജിനോ. അങ്ങനെ 360 ക്യാമറകൾ എത്തിയിട്ടുണ്ട്. ക്യാമറയും ആ ഒരു സിസ്റ്റം എത്തിയിട്ടുണ്ട്, ആൻഡ്രോയിഡ് യൂണിറ്റ്. ഇത് ബ്ലോ പങ്ക്റ്റാണ്, അതിൻ്റെ ആ ഒരു 9 ഇഞ്ചാണ്. ഈ ഒരു സിസ്റ്റം തുറക്കൂ ഇതിനോട്ടാ, ഒന്ന് കാണിച്ചേ. സ്റ്റീരിയോ ആണല്ലേ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ആൻഡ്രോയിഡ് 11 അല്ലേ. 2 വർഷമാണ് അതിൻ്റെ വാറണ്ടി, 2 ഇയേഴ്സാണ് വാറണ്ടി. ഇതാണ് ആ ഒരു സ്ക്രീൻ, 9 ഇഞ്ച് സ്ക്രീൻ എന്നുള്ളതാണ്. ക്യാമറകളുണ്ട്. ക്യാമറകൾ എന്ന് പറയാൻ കാരണം 360 ക്യാമറ 4 ക്യാമറ വരും. 2 കണ്ണാടിയിലും അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ വരും. ആ ഒരു ക്യാമറയും വയറിംഗ് കിറ്റും എല്ലാം ഉണ്ട്. അതായത് നമ്മൾ വയർ കട്ടിയില്ല, നമ്മൾ വയർ കട്ടിയാത്ത പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം കാണിച്ചത്. ഇവിടെ കുറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതായത് വേറൊരു മോഡൽ കൂടി ഉണ്ട്, ആ ബ്ലാക്ക് ആയിട്ട് എന്ന് പറഞ്ഞ മോഡൽ കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാമറ അല്ലേ, HODയുടെ ക്യാമറ. ഓ, ബേർഡ് ഐ വ്യൂ എന്നാണ് അവർ പറയാം. 360 നമ്മൾ പറയുന്നതും ബേർഡ് ഐ വ്യൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണിക്കാം. എന്നാൽ ഇതാണ് ക്യാമറ സിസ്റ്റം ഒക്കെ. തുടക്കം കണ്ണാടി അയച്ചുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. ഇനി നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഡോറിനകത്ത് നോക്കാം കേട്ടോ. ഡോർ പാഡിൽ ആ ഒരു പാഡിങ് ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് സാധാരണ ഡോറുള്ള പോലെ. പിന്നെ സിഗ്മയ്ക്ക് അത് സെറ്റില്ല എന്ന് പറയും, പക്ഷേ സ്പീക്കർ ഉണ്ട് കേട്ടോ. മാരുതി ആ കാര്യത്തിൽ സ്നേഹമുള്ള ടീമാണ്, കാരണം സ്പീക്കർ ഉണ്ട് സെറ്റില്ലെങ്കിലും. ജിനോ ട്രിം റിമൂവർ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണം കേട്ടോ, അല്ലാണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് കത്തി വയ്ക്കാൻ പരിപാടിയൊന്നുമില്ല. എല്ലാം പ്രോപ്പറാണെന്നാണ് പറയണത്. ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ മിറർ. ഇത് ഫോൾഡിങ് മിററാണേ. ഇനി ഇവിടെ നമ്മൾ ഹോൾ ഇടും, ഹോൾ ഇട്ടിട്ടാണ് അവിടെ ക്യാമറ വയ്ക്കുക. ഇത് ഡോർ പാഡ് കണ്ടോ, ഇതാണ് ഡോറിൻ്റെ സാധനം. അടുത്ത മിറർ, മുന്നിലെ ക്യാമറ ഏകദേശം ഇവിടെ ആയിട്ട് വരണം. ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ മിറർ അയച്ചാൽ ഇത്രയും വരും. ഇൻഡിക്കേറ്റർ, കവർ, മിറർ. ഇനി അതിനോട് ഹോൾ ഇടും നമ്മൾ ആ ഒരു ക്യാമറ വയ്ക്കാനായിട്ട്. ഇതാണ് സൈഡിലെ ക്യാമറ. ഇത് ബ്ലൂ പങ്ക് തന്നെയാണ്. ആ ഒരു ക്യാമറ മിററിൽ വെച്ചു. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ഫിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ക്യാമറയുടെ ആ കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, പിന്നാണ്, കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പിന്നാണ്. കൂടാതെ ഇതിൻ്റെ ആ ഒരു ക്ലിപ്പാണ്. ഇനി ആ ഒരു വശത്തുള്ള കാര്യം കാണിച്ചാൽ കേട്ടോ എന്താണെന്നത്. ഇതാണ് അതിൻ്റെ ലൈറ്റ്. ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഈ കേബിൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് കേബിളാണ്. ഇവിടെ മോട്ടർ ഫോൾഡിങ്ങിനുണ്ട്. താഴെ ക്യാമറ. ഈ ക്യാമറ എന്ന് പറയുന്നത് ആണ് മുകളിലേക്ക് ഫിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചാണ്. ഫിക്സ് ചെയ്യാറായിട്ടില്ല, കാരണം കാലിബ്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതാണ് അങ്ങനെ വെച്ചാണത്. ഇതുവരെയാണോ വയറ് കൊണ്ടിരുന്നത്? ഇല്ലേ, ഉള്ളിലേക്ക് ഇതിനുള്ളിൽ കൂടെ പോകല്ലേ, ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം പറയണ്ടേ. ഡാഷൊക്കെ അഴിച്ചു കഴിഞ്ഞു. അവിടെ ഇനി പുതിയ ഫേസാണ് വരിക.
വയറിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറയുടെയൊക്കെ. ഇവിടെ ആ ഒരു വയറുണ്ട്, കൂടാതെ അവിടെ വയറിട്ടു, ക്യാമറ ഫിറ്റ് ചെയ്തു. ഈ ഒരു ക്യാമറയും വന്നു കഴിഞ്ഞു. ഇതാണ് ഈ ക്യാമറയുടെ കണക്ടർ കേട്ടോ. ഈ കണക്ടറിലാണ് നമ്മളിത് കൊടുക്കുക. അതായത് സംഭവം ഇപ്പോൾ ഈസിയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ, അതായത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ക്യാമറ ഓൺ ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതും കൂടി ഇതിനകത്ത് കവേർഡാണ്. വിറ്റാരയുടെ ബൂട്ടിലേ ആ ഒരു ക്യാമറയ്ക്കുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. വയറൊക്കെ എത്തിക്കഴിഞ്ഞു, വയറൊക്കെ വലിച്ച് കൊണ്ടുവന്നു. ഈ ഒരു റെഡും ബ്ലാക്കും വയറും പിന്നെ ആ ഒരു ക്ലിപ്പുമാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ പാനലൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പാനൽ റിമൂവർ. അതാണ് വയർ ടാപ്പിംഗ്, അതായത് സ്ലൈസി അല്ല, ഒരു ക്ലിപ്പ് അടിക്കുക ചെയ്യുക. ഇതാണ് ആകെയുള്ള മിററിൻ്റെ കണക്ഷൻ. ആ മിറർ ഊരണമെങ്കിൽ വെറും 3 ക്ലിപ്പ്. ഇപ്പോൾ എന്തെങ്കിലും കാരണം തട്ടിപ്പൊട്ടി മിറർ മാറ്റിയാലും ആ ക്യാമറ അങ്ങനെ റിപ്ലേസ് ചെയ്തിട്ട് ആ 3 ക്ലിപ്പിൽ അത് മാറ്റാം. ഇനി $1 മില്യൺ ക്വസ്റ്റൻ ഉണ്ട്, ഇതിന് പവർ എവിടുന്നാണ്? പവറൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ ക്ലിപ്പ് എന്ന് പറയുന്നത്. സ്റ്റീരിയോയുടെ ബാക്കിൽ നിന്നാണ് നമ്മളിത് ക്ലിപ്പ് ചെയ്യുക. ഈ സ്റ്റീരിയോയുടെ ബാക്കിൽ ക്ലിപ്പ് ചെയ്താൽ 4 ക്യാമറയ്ക്ക് 4 കളർ കോഡാണ്, കൂടാതെ ഒരു എക്സ്ട്രാ ആ ഒരു കണക്ഷനുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു വയറിങ്ങിൻ്റെ ആ ഒരു കാര്യം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ഇതിൻ്റെ വയറിങ്. ഇതാണ് മാരുതിയിൽ വരുന്ന ഒറിജിനൽ സ്പീക്കറിൻ്റെ ബാക്കിലെ മാഗ്നറ്റൊക്കെ ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടല്ലേ, ക്ലിപ്പൊക്കെ ഉണ്ടോ? ഇത് നമ്മൾ ബ്രാൻഡ് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ബ്രാൻഡ് നോക്കാൻ വേണ്ടി ഒന്ന് മെനക്കെട്ടായിരുന്നു, പക്ഷേ ബ്രാൻഡ് കണ്ടില്ല. അങ്ങനെ 4 ക്യാമറയുടെ വയർ നമ്മൾ റൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 വയറിലാണ് ഇനി ബാക്കിയുള്ള കളി മുഴുവൻ. ഇതാണ് നമ്മുടെ സ്റ്റീരിയോയുടെ ഒറിജിനൽ ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഇവിടെ വരും, സ്റ്റീരിയോ ഇല്ലെങ്കിലും ക്ലിപ്പ് ഇവിടെ ഉണ്ട്. ഈ ക്ലിപ്പിലേക്കാണ് നമ്മൾ ആൻഡ്രോയിഡ് കൊണ്ട് കൊടുക്കുക. അതായത് വയർ കട്ടിംഗ് ഒന്നുമില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യമില്ല, കാരണം ഇതിലേക്ക് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല പരിപാടി. ആകെയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കണക്ഷനാണ്, ഇവിടെ വന്ന കണക്ഷനാണ്. സംഭവം മാരുതിക്ക് പിശുക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഫാബ്രിക് ഇൻസേർട്ടൊക്കെ ശരിക്കും ആ ഒരു ആമറസ്റ്റിലൊക്കെ ഉണ്ട്, അതിലൊന്നും വ്യത്യാസങ്ങളില്ല. വലിയ കപ്പ് ഹോൾഡറാണ്, ഇൻസേർട്ട് ഉണ്ട്, ഇതൊക്കെ തന്നെയും കാണാം. സിഗ്മയിലും 4ാമത്തെ ക്യാമറ, അതായത് ഫ്രണ്ട് ക്യാമറ, അതാണ് അടുത്ത പരിപാടി. ഇതിന് ടോപ്പ് എൻഡിൻ്റെ പോലെ ക്യാമറകളുടെ പ്രൊവിഷൻ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്ക്രൂ ചെയ്യേണ്ട പരിപാടി ഉണ്ട്. ഒരൊറ്റ ഹോള് മതി, ഇതാ വയറ് പോകേണ്ടിയിട്ടുള്ള ഹോളാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാമറയും ഫിറ്റ് ചെയ്തു. ഇവിടെ സ്ക്രൂ ചെയ്യണത് ഈ ഒരു ഹോളിലൂടെയാണ് വയറ് വലിച്ചേക്കണത്. ഇത് ബ്ലൂ പങ്കിൻ്റെ ഡെമോ ആണേ. നമ്മൾ ജസ്റ്റ് ആ ഒരു 360 പനോരമിക് വ്യൂ ക്യാമറ നോക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ബേസിക് ഡോറൊന്നും അടച്ചിട്ടില്ല, വെറുതെ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതാണ് അതിൻ്റെ ആ ഒരു ഡെമോ. പിൻ ക്യാമറ. അങ്ങനെ മൊമെൻ്റ് ഓഫ് ട്രൂത്ത് നമ്മൾ ആൻഡ്രോയിഡ് യൂണിറ്റ് വെക്കാൻ പോണ്. ഇതാണ് അതിൻ്റെ ഫ്രെയിം. വയറിങ് കഴിഞ്ഞു. ക്ലിപ്പായിരുന്നു, ക്ലിപ്പ് കാണിച്ചേ ദിനോ. ഇതാണ് ക്യാമറയുടെ ക്ലിപ്പ്. ഇതാണ് ആ സ്റ്റീരിയോയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വയറിംഗ് എന്ന് പറയുന്നത്. എല്ലാം സ്റ്റോക്കാണ്, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഈ ഒരു ക്ലിപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇതാണ് സ്റ്റീരിയോയുടെ റിയർ സൈഡ് എന്ന് പറയുന്നത്. ഇത് ബ്ലൂ പങ്കിൻ്റെ 9 ഇഞ്ചാണ്. അതിൻ്റെ ആ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മൾ പുതിയ ഫ്രെയിം തന്നെ, പുതിയ ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു നമുക്ക് ആവശ്യം വരുന്ന സാധനം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ സ്റ്റീരിയോ സ്ക്രൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യാം കേട്ടോ. ജിനോടെ മോഹനകത്തുണ്ട്. റെഡി, 1 2 3. ബ്ലൂ പങ്ക് 900. എഗ്രി. ഓക്കെ ഫൈൻ. നീല, മഞ്ഞ, ചുവപ്പ് ഔഡിയാണ് കേട്ടോ. റേഡിയോ, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, സെറ്റിങ്സ്, 360 ക്യാമറ കാണിച്ചു തരാം. ഇതാണ് ക്യാമറയുടെ ആ ഒരു ഡിസ്പ്ലേ എന്നുള്ളതാണ്. 4 സൈഡിലെ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാം, കണ്ടോ. ഇനി 2D അല്ലെങ്കിൽ ഇവിടെ ബേർഡ് ഐ വ്യൂ ഇങ്ങനെ കാണാം, ഇത് കാണാം. 3D കാണാം. 3Dക്ക് നമുക്ക് ഏത് സൈഡാണെങ്കിൽ കാണാൻ പറ്റും. കാറിൻ്റെ ആ ഒരു ചിത്രമൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും, കുഴപ്പമൊന്നുമില്ല. വ്യൂ ആംഗിൾ മാറ്റാം. പാസ്വേഡ് ഉണ്ട്, കാലിബ്രേഷൻ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, DVR ഉണ്ട്. DVR ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ബ്ലൂ പങ്കിൻ്റെ ആ ഒരു 360 ക്യാമറ നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി സെറ്റിങ്സ് പോയിട്ട് നമുക്കേ ഈ ഒരു കാർ മോഡൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് സ്റ്റൈൽ വേണം, ഏത് കളറ് വേണം, ഏത് കാർ മോഡ് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സംഭവത്തിൽ മാറ്റാൻ പറ്റും. SUV ആണ് ഇപ്പോൾ ഇത്. MPV സെഡാനോ, ഇപ്പോൾ സെഡാൻ വേണമെങ്കിൽ സെഡാൻ വയ്ക്കാം, MPV വേണമെങ്കിൽ MPV വയ്ക്കാം. എല്ലാവിധ ഓപ്ഷൻസും ഉണ്ടെന്നാണ്. നമ്മൾ SUV ആണ് വെക്കുന്നത്. വിറ്റാര SUV ആണല്ലോ. ഇനി വ്യൂ ആംഗിൾ മോഡ് നമുക്ക് മാറ്റാം. ഇനിയുള്ളത് മൈക്കാണ്. ഈ മൈക്കിന് സ്റ്റോക്ക് ഫിറ്റ്മെൻറ്റ് പോലെ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഇതങ്ങ് ഊരി, അതായത് നമ്മുടെ ഈ ഒരു ക്യാബിൻ ലൈറ്റ് അങ്ങ് ഊരി. ഇതിനുള്ളിൽ മൈക്ക് വെച്ച കാരണം ശരിക്കും ഇതിന് വെച്ച് കഴിയുമ്പോഴേ ഒരു സ്റ്റോക്ക് ഫീൽ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഇവിടെയൊക്കെയല്ലേ മൈക്ക് വയ്ക്കാറുള്ളത്, അതിന് പകരം ഇതിനകത്ത് തന്നെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ള കേട്ടോ. 360 ക്യാമറ ഇൻസ്റ്റലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിക്ക്
കാലിബ്രേഷൻ ചെയ്യുന്നതാണ്. അതൊരു ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നിരപ്പായ സ്ഥലം വേണം, പകൽ വെളിച്ചം വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കാലിബ്രേഷനിലേക്ക് കിടക്കാം കേട്ടോ. കാലിബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് പോർഷൻസാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അളവ് കോല്. 4 വയ്ക്കുമ്പോൾ പിന്നിലും മുന്നിലും വയ്ക്കും, എന്നിട്ടാണ് ഇതിൻ്റെ ആ ഒരു കാലിബ്രേഷൻ എടുക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ശരിയാവും, ചിലപ്പോൾ സമയം എടുക്കുന്നവരാണ്. വെളിച്ചം, കാറ്റ്, അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളെ ഇതിന് ഘടകമാണ്. ഇതിൻ്റെ ആ ഒരു ഷീറ്റാണ് ഔറ ഇൻ്റലിജൻറ്റ് പാർക്കിംഗ് സിസ്റ്റം കേട്ടോ. അവൻ ക്യാമറ ശരിയാക്കുന്നുണ്ട്, ക്യാമറയുടെ പൊസിഷനിങ് ഒക്കെ ശരിയാക്കുന്നുണ്ട്. കുറച്ച് മാനുവൽ കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെയാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സിസ്റ്റത്തിനകത്ത്. ആ മുന്നിൽ കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഷീറ്റുകൾ മുന്നിലേ. ശരിക്കും വണ്ടിയുടെ വിടുത്തിൽ ഈ വിടുത്ത് ക്യാമറയുടെ ഉള്ളിലേക്ക് ഫീഡ് കൊടുക്കുക ചെയ്യുന്നത്. ഒരു പക്ഷേ ഫാക്ടറി റീസെറ്റൊക്കെ ചെയ്താൽ വീണ്ടും ചെയ്യേണ്ടി വരും ചെയ്യും ഒന്നുകൂടി. ബാറ്ററി ഒരു കുഴപ്പമില്ല, അതൊരു കാര്യമാണ്. കാലിബ്രേഷൻ എന്ന് പറയുന്നത് സ്കില്ല് വേണ്ടുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഏറെക്കുറെ ആയിട്ടുണ്ട്, ഇനി കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടു. കാലിബ്രേഷൻ ചെയ്യുന്നത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല, കാരണം അത് അവരുടെ എക്സ്പെർട്ടൈസാണ്. അവർക്ക് മാത്രം ചെയ്യാനുള്ള ഒരു കാര്യം, പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ കാലിബ്രേഷൻ കഴിഞ്ഞു കേട്ടോ. ഈ കാലിബ്രേഷൻ കറക്റ്റാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ വണ്ടി 3D എടുത്ത് നോക്കിയാൽ മതി. അതായത് 2 ഷീറ്റിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വണ്ടി, നമുക്കത് കാണാൻ പറ്റും കറക്റ്റായിട്ട്, ബാക്കും ഫ്രണ്ടും. അതായത് ആ 2 ഷീറ്റുകൾ, ആ ഷീറ്റിൻ്റെ ഗ്യാപ്പുകളെല്ലാം കാണാം, അവിടെയുണ്ട് കണ്ടില്ലേ ബാക്കിലും. അങ്ങനെ കാലിബ്രേഷൻ കഴിഞ്ഞു. ശരിക്കും 360 ക്യാമറ ഇൻസ്റ്റലേഷനും കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി. അതുകൊണ്ട് തന്നെ രാത്രിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വിഷ്വൽ ആ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത്. നൈറ്റ് വിഷനൊക്കെ കൊള്ളാം, നല്ല ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ 360 ക്യാമറയ്ക്ക് വേണ്ടി ടോപ്പ് എൻഡ് മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ബേസ് മോഡൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സ്ക്രീൻ ഇഷ്ടപ്പെട്ടു, സൗണ്ട് സിസ്റ്റം കൊള്ളാം, ഇൻബിൽറ്റ് സ്പീക്കർ ആ ഒരു വണ്ടിക്കകത്തുണ്ടായിരുന്നു. പിന്നിൽ നമ്മൾ എക്സ്ട്രാ സ്പീക്കർ വെച്ചു, അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ആയിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട്, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ട്. ക്യാമറയും കൊള്ളാം. അപ്പോൾ വലിയൊരു വണ്ടി, ഒരു ഗ്രാൻഡ് വിറ്റാര മാനുവറായിട്ട് ഈസിയാണ് ഈ ഒരു ക്യാമറ വെച്ചിട്ട്. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന വണ്ടി ഗ്രാൻഡ് വിറ്റാര അല്ല എന്നുള്ളതാണ്. അതായത് ഒറ്റ മോഡത്തിൽ ആഫ്റ്റർ മാർക്കറ്റാണെന്ന് മനസ്സിലാവുന്നുള്ളൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവം കൊള്ളാം, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 360 ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കോസ്റ്റ് എന്ന് അറിയാൻ, ഏതൊക്കെ വിധം സംവിധാനങ്ങൾ കിട്ടുമെന്ന് അറിയാനായിട്ട് നിങ്ങൾ വിനോദനെ വിളിച്ചോളൂ, പുള്ളിയെല്ലാം പറഞ്ഞുതരും. ശരിക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല ക്യാമറയാണ്.